കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി മോദി സ്തുതിയിൽ ഉറച്ച് ഡോക്ടർ ശശി തരൂർ MP. 2 വർഷം മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ശശി തരൂർ 24നോട് പറഞ്ഞു. താൻ പറഞ്ഞതിനർത്ഥം കോൺഗ്രസിന് കേന്ദ്ര നയങ്ങളോട് യോജിപ്പുണ്ടെന്നാണെന്നും ശശി തരൂർ. തരൂരിന്റെ പരാമർശത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിതിലൊരു വിവാദം കണ്ടില്ല. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്നെ രാഹുൽ ഗാന്ധി 2 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടി സർക്കാരിൻ്റെ പോളിസിയോടൊപ്പം യോജിപ്പുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെ പ്രശംസിച്ച് നടത്തിയ പരാമർശത്തെക്കാൾ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതാണ് തരൂരിന്റെ ഈ വാക്കുകൾ. 2023 സെപ്റ്റംബറിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, തങ്ങൾക്ക് ഒരു വിരോധവുമില്ല, സർക്കാരിന്റെ നയങ്ങൾ തന്നെ ശരിയെന്ന്. രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് താനും ആവർത്തിച്ചത്. അതിനർത്ഥം കോൺഗ്രസ് പാർട്ടിക്ക് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് യോജിപ്പുണ്ടെന്നുമാണ് ശശി തരൂർ 24നോട് തുറന്നു പറഞ്ഞത്. പരാമർശം രാഹുൽ ഗാന്ധിക്കേറ്റ തിരിച്ചടിയെന്ന BJP പ്രതികരണത്തിലും തരൂരിന്റെ മറുപടി ഇങ്ങനെ. ഇല്ല, അദ്ദേഹം പറഞ്ഞതിന് ഞാനും പറഞ്ഞത് എങ്ങനെ തിരിച്ചടിയാവും. മോദി സ്തുതി പരാമർശത്തിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ട് പോകാതെ അതേ വാക്കുകൾ ശശി തരൂർ വീണ്ടും ആവർത്തിച്ചു. റഷ്യ എതിരിക്കാത്ത കാരണം നമുക്ക് അവരൊപ്പം നല്ല ബന്ധമുണ്ട്, മറ്റേവരൊപ്പം നല്ല ബന്ധമുണ്ട്. പ്രധാനമന്ത്രി 2 രാജ്യത്തും പോയി കെട്ടിപ്പിടിക്കുന്നു. അതുകൊണ്ട് അഥവാ സമാധാനത്തിൽ ഭാരതത്തിനെ ആവശ്യപ്പെട്ടാൽ 2 രാജ്യങ്ങളും നമ്മളെ സ്വീകരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു തിരുത്തലിനും തയ്യാറാകാതെ ശശി തരൂർ മുന്നോട്ട് പോകുമ്പോൾ തീർത്തും പ്രതിരോധത്തിലായത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. മോദി സ്തുതിയിൽ ഇത്തവണ കോൺഗ്രസ് പാർട്ടിയെ കൂട്ടുപിടിച്ചാണ് ശശി തരൂർ സ്വന്തം പരാമർശത്തെ ന്യായീകരിച്ചത്. ഇതോടെ കോൺഗ്രസ് പാർട്ടിക്കിനി മൗനം തുടരാനാകില്ല. കേന്ദ്ര സർക്കാർ നയങ്ങളോട് പാർട്ടിക്ക് യോജിപ്പുണ്ടായിരുന്നോ എന്നതിൽ കോൺഗ്രസിന് ഉത്തരം നൽകേണ്ടി വരും. R. അച്യുതൻ, 24, ഡൽഹി. ഡോക്ടർ ശശി തരൂർ MPയുടെ മോദി സ്തുതിയിൽ അതൃപ്തിയുമായി നേതാക്കളും ഘടകകക്ഷികളും. തരൂരിന്റെ പരാമർശം UDFനെ പ്രതിരോധത്തിലാക്കുന്നുവെന്ന് NK പ്രേമചന്ദ്രൻ MP 24നോട് പറഞ്ഞു. കോൺഗ്രസിനകത്ത് നടക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ താൻ അസ്വസ്ഥൻ എന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. തരൂരിന്റെ പരാമർശം മോദി സ്തുതിയായി കാണേണ്ടെന്ന് K. മുരളീധരൻ പറഞ്ഞു. ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് നടത്തിയ പരാമർശം കോൺഗ്രസിനെ മാത്രമല്ല UDF ഘടകകക്ഷികളെയും പ്രതിരോധത്തിലാക്കുകയാണ്. തരൂരിന്റെ മോദി സ്തുതിയിൽ RSP അതൃപ്തി അറിയിച്ചു. തരൂരിന്റെ പരാമർശങ്ങൾ UDFനെയും ഇന്ത്യ മുന്നണിയെയും പ്രതിരോധത്തിലാക്കുന്നുവെന്ന് NK പ്രേമചന്ദ്രൻ MP 24നോട്. സമീപകാലത്തെ അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളും UDFനെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണല്ലോ. UDFനെ മാത്രമല്ല ഇന്ത്യ മുന്നണിയെയും പല ഘട്ടങ്ങളിലും പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങളാണ് ശ്രീ ശശി തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കളും തുറന്നടിച്ചു. പ്രതിയോഗികൾക്ക് അടിക്കാൻ ആയുധം നൽകുന്നത് തരൂർ ആവർത്തിക്കുന്നുവെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ 24നോട്. രാഷ്ട്രീയ പ്രതിയോഗികൾ കോൺഗ്രസിനെ അടിക്കാനുള്ള ആയുധമാണ് ഓരോ പ്രാവശ്യവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. 2-3 ദിവസം കൂടി ക്ഷമിക്കും, പിന്നീട് കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചു. തരൂരിന്റെ പരാമർശം മോദി സ്തുതിയായി പറയണ്ട എന്നായിരുന്നു K. മുരളീധരന്റെ പ്രതികരണം. അതിനൊരു അഭിനന്ദനം എന്ന് കണക്കാക്കണ്ട, അതല്ലാതെ അതിന് മോഡി സ്തുതി എന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് ഒരു റീഡിംഗ് തോന്നിയത്. കോൺഗ്രസ് പാർട്ടിയുടെ യോജിച്ചുള്ള മുന്നോട്ട് പോക്കിന് തരൂരിന്റെ പ്രസ്താവനകൾ വെല്ലുവിളി ഉണ്ടാക്കുന്നുവെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം. R. അച്യുതൻ, 24, ഡൽഹി.